രാഷ്ട്രപതിയുടെ സന്ദർശനം തുടരുന്നു എന്നതാണ് സംസ്ഥാനത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ കെ.ആർ. നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്തു. തുടർന്ന് വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധിയുടെ ശതാബ്ദി ചടങ്ങിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്തേക്ക് പോകും രാഷ്ട്രപതി. പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം അതിന്റെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, രാഷ്ട്രപതിയുടെ തിരുവനന്തപുരം സന്ദർശനം ഏകദേശം പൂർണ്ണമാവുകയാണ്. ഇനി വർക്കലയിലെ പരിപാടിയും കഴിഞ്ഞു. ഇനി എപ്പോഴാണ് കോട്ടയത്തേക്ക് പാലായിലേക്ക് പോവുക? മനു, ഏതായാലും തിരുവനന്തപുരത്തെ രണ്ട് പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് രാജ്ഭവനിൽ, മനു സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്ഭവനിൽ രാവിലെ മുൻ രാഷ്ട്രപതി കെ.ആർ. നാരായണന്റെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനമായിരുന്നു. അതിനുശേഷം നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും വളരെ നേരത്തെയാണ് ഇവിടെ വർക്കലയിലെ ശിവഗിരി മന്ദിരത്തിലേക്ക് രാഷ്ട്രപതി എത്തിയത്. ഇവിടെ എത്തിയതിനു ശേഷം ഗുരുമന്ദിരത്തിൽ പുഷ്പാർച്ചനയൊക്കെ നടത്തിയാണ് ചടങ്ങിൽ ജന്മശതാബ്ദി പരിപാടിയിലേക്ക് എത്തിയത്. ഇവിടെ എത്തി ഗുരുവിന്റെ ദർശനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഏത് കാലത്തും പ്രസക്തമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചതും. അതിൽ ഗുരുവിന്റെ ഏതൊക്കെ തരത്തിലാണ് ഗുരു ബാക്കിയുള്ളവർക്ക് മാതൃകയാകുന്നത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ മഹത്തായ പ്രബോധനം നൽകിയതടക്കമുള്ള കാര്യങ്ങൾ പ്രസംഗത്തിൽ എടുത്തു പറയുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഈ പരിപാടി പൂർത്തിയായിരിക്കുകയാണ്, ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഗുരുമന്ദിരത്തിൽ തന്നെ അല്പസമയം വിശ്രമിക്കുന്നതായിരിക്കും രാഷ്ട്രപതി. അതിനുശേഷം ഉച്ചഭക്ഷണവും കഴിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്നും പാലയിലേക്ക് പുറപ്പെടുക. 2:30 ഇവിടെ നിന്നും റോഡ് മാർഗം ഹെലിപാഡിലേക്ക് എത്തും എന്നുള്ളതാണ് നിലവിലിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഹെലിപാഡിൽ നിന്നും നേരെ പാലയിലേക്ക് ഹെലികോപ്റ്റർ മുഖാന്തരം എത്തുന്നതായിരിക്കും. അവിടെ നിന്നും പാലയിലെ കോളേജിലെത്തി കോളേജിലെ പരിപാടികൾക്ക് ശേഷം ഇന്ന് വൈകിട്ട് വിശ്രമം തീരുമാനിച്ചിരിക്കുന്നത് കുമരകത്താണ്. കുമരകത്തെ വിശ്രമത്തിന് ശേഷം നാളെ ആയിരിക്കും കൊച്ചിയിലേക്ക് എത്തുക. കൊച്ചിയിലെ പരിപാടികളിൽ പങ്കെടുത്തതിനു ശേഷം നാളെ കൊച്ചിയിൽ നിന്നും 4 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദില്ലിയിലേക്ക് മടങ്ങുന്നതായിരിക്കും. ശരി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഈ വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രപതിയുടെ തിരുവനന്തപുരത്തെ പരിപാടികൾ ഏകദേശം സമാപിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം വിശ്രമത്തിന് ശേഷം രാഷ്ട്രപതി വർക്കലയിൽ നിന്ന് ശിവഗിരിയിൽ നിന്ന് പാലായിലേക്ക് പോകും. വിവരങ്ങളാണ് ഷീജ നൽകിയത്.